നടിയെ അപമാനിച്ചെന്ന പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരൻ കോടതിയിൽ ഹാജരായി. ആലുവ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരായത്. ഇന്നലെ മജിസ്ട്രേറ്റ് ഒരു ദിവസത്തേക്ക് ജാമ്യം നൽകിയിരുന്നു. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എന്തൊക്കെയാണ് ജാമ്യത്തിന്റെ വിവരങ്ങൾ? ഷമി, ഇന്നലെയാണ് സനൽകുമാർ ശശിധരനെ കൊച്ചിയിലെത്തിച്ചത്. മുംബൈയിലെത്തി എളമക്കര പോലീസ് സനൽകുമാറിനെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലെത്തിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിൽ ഒരു ദിവസത്തേക്ക് സനൽകുമാറിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇന്ന് വീണ്ടും ഹാജരാകണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. അതിനടിസ്ഥാനത്തിൽ അല്പം മുമ്പ് സനൽകുമാർ ശശിധരൻ ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഈ ജാമ്യം നീട്ടി നൽകുമോ അതല്ല ജാമ്യാപേക്ഷ സ്വാഭാവികമായും സനൽകുമാറിന്റെ ജാമ്യത്തെ പോലീസ് എതിർക്കും. അപ്പോൾ ജാമ്യം നീട്ടി നൽകുമോ ഇല്ലയോ എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാനാകും. സ്ത്രീത്വത്തെ അപമാനിക്കുക, പിന്തുടർന്ന് ശല്യപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് സനൽകുമാർ ശശിധരനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രമുഖ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ്. ആ കേസ് എടുത്ത സമയത്ത് സനൽകുമാർ അമേരിക്കയിലായിരുന്നു. അതുകൊണ്ടാണ് ലുക്കൌട്ട് സർക്കുലർ പോലീസ് പുറത്തിറക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച സനൽകുമാർ അമേരിക്കയിൽ നിന്നും മുംബൈയിലെത്തിയ സമയത്ത് അവിടെ പോലീസ് തടഞ്ഞു വെക്കുകയായിരുന്നു. തുടർന്ന് കൊച്ചി പോലീസിൽ വിവരം അറിയിച്ചു. അങ്ങനെ എളമക്കര പോലീസ് മുംബൈയിലെത്തി സനൽകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഒരു ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചു. ഇന്നിപ്പോൾ ജാമ്യം നീട്ടി നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ തീരുമാനം ഉണ്ടാകും. ഷമി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.